ഹലോ, പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, എല്ലാവർക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ HSA ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ സുഭാഷ് ചന്ദ്രിക. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഈ വീഡിയോയിൽ പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ HSAയുടെ വരാൻ പോകുന്ന HSA ഓർ HSTയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്, അതായത് PSCയിൽ നിന്നും ഗവൺമെന്റിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ കോച്ചിങ്, അതായത് HSA നാച്ചുറൽ സയൻസ്, HSA സോഷ്യൽ സയൻസ് തുടങ്ങിയ സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈൻ കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൂടിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ്, നമ്മുടെ ഈ ഡിസ്കഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം, എന്താ പറയാ, ഈ വീഡിയോ ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് തരാനുള്ള, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഉടനടി അല്ലെങ്കിൽ അതാത് സമയത്ത് കൃത്യസമയത്ത് എത്തിക്കുന്നതിനുള്ള പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. പൂർണ്ണമായും നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ അകമഴിഞ്ഞുള്ള സഹകരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിയപ്പെട്ട എല്ലാവരും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ വ്യക്തമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ തുടർന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു, അതൊക്കെ അമർത്തുക. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസുകൾ കറക്റ്റ് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഈ ബെൽ ബട്ടൺ ഒക്കെ അമർത്താൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്ലാസ്സിനോടൊപ്പം, അതായത് ഓൺലൈൻ ക്ലാസ്സിനോടൊപ്പം നമ്മൾ ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ആണ് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനലിൽ SS-ന്റെയും നാച്ചുറൽ സയൻസിന്റെ ഒക്കെ സിലബസിന്റെ ഏതെങ്കിലും ഒരു മോഡ്യൂൾ ഫുള്ള് നമ്മൾ റെക്കോർഡ് ക്ലാസ് ഇതിൽ കറക്റ്റ് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ് അപ്ലോഡിംഗ് ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ്, ഏതെങ്കിലും 1-2 ന്യൂസ് പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സും എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ചാനലിന്റെ മുന്നോട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റഡീസിന്റെ ഒക്കെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിങ്ങളാണ് മുതൽക്കൂട്ട്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് ഈ ചാനലിന്റെ ഹൃദയവും ആത്മാവും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ കാണുന്നവര് കൃത്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നിങ്ങൾക്ക് വന്ന ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ അല്ലെങ്കിൽ സന്തോഷമുള്ള ഒരു വാർത്ത അറിയിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് തന്നെയാണ് ഗസറ്റഡ് ഡേറ്റ് 15/7/2024, ലാസ്റ്റ് ഡേറ്റ് 14/8/2024, കാറ്റഗറി നമ്പർ 220, കാറ്റഗറി നമ്പർ 220 2024. ഈ ഒരു NCA നോട്ടിഫിക്കേഷൻ ആണ്. വിശ്വകർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള HSA നാച്ചുറൽ സയൻസിന്റെ ഹൈസ്കൂൾ ടീച്ചർ തമിഴ് മീഡിയത്തിന്റെ വിശ്വകർമ്മക്കാർക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഈ ഇപ്പം വന്നിരിക്കുന്ന, ഈ ആഴ്ച വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പം അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞ സന്തോഷമുള്ള കാര്യം, ഇതിന്റെയോടൊപ്പം തന്നെയാണ് അതും കൂടി കേൾക്കേണ്ടത്. നിങ്ങൾ ആ ഒരു സന്തോഷം കൂടി കേൾക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഖാദർ കമ്മിറ്റി പല റിപ്പോർട്ടുകൾ, പല കാര്യങ്ങൾ, പല പത്രവാർത്താ മാധ്യമങ്ങള്, പല കട്ടിങ്സുകള്, പത്ര കട്ടിങ്സുകള്, പല തമ്പനയിലുകൾ ഇതൊക്കെ നിങ്ങളെ പലരും പേടിപ്പിക്കുന്നുണ്ട്. തുടക്കം മുതലേ പറയുകയാണ്, പേടിക്കേണ്ട. ഒരു കാരണവശാലും HSAയുമായിട്ട് അല്ലെങ്കിൽ HSTയുമായിട്ട് പഠനം ആരംഭിച്ചവർ ഒരു ടെൻഷനും കൂടാതെ, ഒരു സംശയലേശമന്യേ പഠനം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ആരംഭിച്ചിട്ടില്ലാത്തവർ ഉടൻ തന്നെ പഠനം ആരംഭിക്കുക. ഓക്കെ ഓക്കെ ഇനി PSCയിൽ നിന്നും ഇവിടെ ഗവൺമെന്റിൽ നിന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, നമ്മുടെ LP-UPയുടെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടും മറ്റും 2030 കൂടിയേ നടപ്പിലാക്കുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ വരികയുള്ളൂ എന്നുള്ള കാര്യം. അപ്പൊ അത് 2030, അത് 2030 കിടക്കുമ്പോഴാണ് 2019 തന്നെ വന്ന ഈ സെയിം റിപ്പോർട്ട് ഇപ്പൊ നടപ്പിലാക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ വെറുതെ അടിച്ചിറക്കുന്നതാണ് ഓരോരുത്തരും. നിങ്ങൾ അതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ക്വാളിഫിക്കേഷൻ എന്തായാലും വരും, അതിൽ യാതൊരു സംശയവുമില്ല. ക്വാളിഫിക്കേഷൻ ചേഞ്ച് ചെയ്യും. കാരണം അതാത് സബ്ജക്ട് ബേസ് നോളജ് ഉള്ളവർ പഠിപ്പിച്ചാൽ മതി. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ സ്റ്റാൻഡേർഡ് മാറണം എന്നുള്ളതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതാത് സബ്ജക്ട് ബേസ് നോളജ് ഉള്ളവരെ അത് പഠിപ്പിക്കുക എന്ന് പറയുന്നതൊക്കെ നല്ലതായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട്
നിലവിൽ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ക്വാളിഫിക്കേഷൻസ് നമ്മുടെ HSIയുടെ അല്ലെങ്കിൽ HSTയുടെ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഡിസ്കഷൻസ്, മനസ്സിലായില്ലേ, നടന്നിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ആയിട്ടേ ഉള്ളൂ. അതായത് അതിന്റെ കമ്മിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളോ മറ്റും ഒന്നും തന്നെ, അതായത് ക്വാളിഫിക്കേഷൻ മാറ്റണം, അത്യാവശ്യമാണ്, ഇപ്പൊ തന്നെ മാറ്റണം, ഇങ്ങനെയുള്ള യാതൊരു വിധമായ കാര്യങ്ങളും ഇതുവരെ PSCയെ അറിയിച്ചിട്ടില്ല, PSCയിൽ ഇതുവരെ എത്തിയിട്ടുമില്ല. ഓക്കെ, PSCയിൽ നിന്നും കറക്റ്റ് അതിന്റെ അതാത് സെക്ഷനുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ പറയുന്നത്, വെറുതെ പറയുന്നതല്ല. ഓക്കെ, അപ്പം ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് അതിന്റെ ഒരു സ്റ്റഡി വന്നു, അതിന്റെ ഒരു റിപ്പോർട്ട് PSCക്ക് കൊടുത്ത്, പിന്നെ PSCയുടെ സജഷൻസ് ഒക്കെ എടുത്ത് അതൊരു സ്പെഷ്യൽ റൂളായി വരാൻ നമുക്കറിയാം അല്ലെ, ഇത്രയും കാര്യങ്ങൾ നടന്ന് അതൊരു സ്പെഷ്യൽ റൂളായി വരാനായിട്ട് ഒത്തിരി സമയം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അതുകൊണ്ടാണ് ഈ LP-UP 2019 വന്നിട്ടും ഇപ്പൊ 2030 വരെ വെച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അനുമാനിക്കാനുള്ളത് ഈ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ, അതായത് 2024 ലാസ്റ്റോ 2025 ഏപ്രിലിനുള്ളിലോ വരാൻ പോകുന്ന നമ്മുടെ HSA നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ക്വാളിഫിക്കേഷൻ, അതായത് ഡിഗ്രി പ്ലസ് BEd പ്ലസ് കാറ്റഗറി 3 കേറ്ററ്റ് കാറ്റഗറി 3 എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ അനുസരിച്ച് തന്നെയായിരിക്കും. അതായത് പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വന്നാലും അതിനകത്ത് PSC പുതിയ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്ത് വരാനായിട്ട് ഒരു ചാൻസും ഇല്ല, മനസ്സിലായില്ലേ, ചാൻസ് ഒട്ടും തന്നെ ഇല്ല പെട്ടെന്ന് വരികയാണെങ്കിൽ തന്നെ. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ പ്രോസസ്സുകളെല്ലാം കംപ്ലീറ്റ് ആകാൻ ഒത്തിരി സമയം വേണ്ടി വരും. ഇത് പെട്ടെന്ന് എടുത്ത് കയറി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ PSCയിൽ ഈ അപ്ഡേഷൻ വരാനായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഒത്തിരി നാളെടുക്കും എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഇത് ക്വാളിഫിക്കേഷൻസുമായി ബന്ധപ്പെട്ട് ഓരോ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ പ്രത്യേക PSC സെക്ഷനിൽ ഉള്ളവർക്ക് അന്വേഷിച്ചപ്പോഴത്തേക്ക് നിലവിൽ അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള യാതൊരു കമ്മ്യൂണിക്കേഷൻസും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിലവില് നമ്മൾ ആരും ഒരു കാരണവശാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾ ധൈര്യമായിട്ട് പഠിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കറിയാം എന്താ പറയാ, നമ്മുടെ കേട്ടറ്റ് അതുപോലെ തന്നെ സെറ്റ്, ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഈ കേറ്ററ്റിനെ പറ്റിയോ സെറ്റിനെ പറ്റിയോ, അതായത് കേറ്ററ്റ് 3യെ പറ്റിയോ സെറ്റിനെ പറ്റിയോ ഇങ്ങനെ യാതൊരു വിധമായിട്ടുള്ള, അതുപോലെ തന്നെ സീറ്ററ്റ് ഇതിനെ പറ്റിയുള്ള യാതൊരു വിധമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ഖാദർ കമ്മിറ്റി മിണ്ടുന്നില്ല, ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, ഇനി അടുത്ത കേറ്ററ്റ് വിളിക്കാൻ പോകുന്നു, അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം അതിന്റെ കാര്യം. പിന്നെ അതുപോലെ തന്നെ വേറൊരു വലിയ വിഷയം കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ HSA ഫിസിക്കൽ സയൻസ് ഏകദേശം 8 വർഷത്തോളമായി വിളിച്ചിട്ട് കേസും കാര്യങ്ങളുമായിട്ട് കിടക്കുന്നു. അപ്പൊ അവരെന്തായാലും ഫിസിക്കൽ സയൻസുകാർ എന്തായാലും കോടതിയിൽ പോകുന്നുണ്ട്, കോടതിയിൽ പോവും, കോടതി കയറും, അതെന്തായാലും അവർ സക്സസ് ആവുകയും ചെയ്യും. ഓക്കെ, പിന്നെന്തിനാ പേടിക്കുന്നത്? കാരണം അവർ ഈ 8 വർഷമായിട്ട് എത്രയോ പേര് പഠിച്ചിറങ്ങിയിരിക്കുന്നു ഈ ക്വാളിഫിക്കേഷൻസ് കൊണ്ട്. ഓക്കെ, പിന്നെ നമ്മളെല്ലാവരും പഠിച്ച് ഏകദേശം ഒരു 10 വർഷത്തോളം എടുത്താണ് ഈ പഠിച്ചു വരുന്നത്. 3 വർഷം ഡിഗ്രി പഠിച്ചു, 2 വർഷം PG പഠിച്ചു, 2 വർഷം BEd ചെയ്യുന്നു, MEd പഠിക്കുകയാണെങ്കിൽ അതിന് 2 വർഷം എടുക്കുന്നു, പിന്നെ CTET കേട്ടിട്ട് അങ്ങനെ എല്ലാ എക്സാമിനുള്ള പ്രിപ്പറേഷൻ 1 വർഷം, അങ്ങനെ ഒരു 10 വർഷം ഇങ്ങനെ പഠിച്ചിറങ്ങുന്ന ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥി, പഠിച്ചിറങ്ങുന്ന ക്വാളിഫിക്കേഷൻ കൊണ്ടിറങ്ങുന്ന ഒരാളുടെ മുകളിലേക്കാണ് ഈ പെട്ടെന്ന് ഒരു 2 വർഷം കൊണ്ട് ഒരു ചേഞ്ചസ് ഉണ്ടാകുമെന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, PSCയിൽ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് അതിനെപ്പറ്റി യാതൊരു വിധമായിട്ടുള്ള പേടിയും ചിന്തയും ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മറന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം ആരംഭിക്കുക.
പിന്നെ എന്തായാലും ചേഞ്ചസ് വരും. അത് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് 2030 35 ഒക്കെ ആകുമ്പോഴത്തേക്ക് ചേഞ്ചസുകൾ വരും. ഉറപ്പായിട്ടും വരും. ഓക്കെ. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം PSC വിളിച്ചിരിക്കുകയാണ് ഇപ്പോഴേ. HSA നാച്ചുറൽ സയൻസ് തമിഴ് മീഡിയം വിളിച്ചിട്ടുണ്ട്. HSA സോഷ്യൽ സയൻസ് വിളിച്ചിട്ടുണ്ട്. എല്ലാ NCA വേക്കൻസിയാണ്. അതുപോലെ തന്നെ LPയുടെ NCA നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം പഴയ ക്വാളിഫിക്കേഷൻ 2024 ലാസ്റ്റ് 8ാം മാസത്തിൽ വിളിച്ചിരിക്കുകയാണ്. പഴയ ക്വാളിഫിക്കേഷൻസ് ആണ്. ഇനി പെട്ടെന്നാണോ ഒരു മാറ്റം ഉണ്ടാകുന്നത്? ഒരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കേട്ട് ഈ വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ 2020 കാറ്റഗറി നമ്പർ 220 2024 അതിന്റെ ക്വാളിഫിക്കേഷൻ വെച്ചിരിക്കുന്നു. ഓക്കെ. എ ഡിഗ്രി ഇൻ ദ കൺസേൺ സബ്ജക്ട് ആൻഡ് BT in the concerned subject both conferred or recognized by the universities in Kerala. Okay. പിന്നെ must have passed the Kerala teacher eligibility test. Okay. പിന്നെ equivalent qualification. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക, ഉറപ്പായിട്ട് നിങ്ങൾ ചിന്തിക്കുക. അതായത് 2 ക്വാളിഫിക്കേഷൻ, അതായത് ഡിഗ്രി കൺസേൺഡ് സബ്ജക്റ്റില് ഡിഗ്രി, B.Ed, കേട്ടറ്റ്, ഈ 3 കാര്യങ്ങളുമാണ് 24 8ാം മാസത്തിൽ നമ്മുടെ ഈ ഓഗസ്റ്റിൽ വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ PSC പറഞ്ഞിരിക്കുന്നത്. അതുപോലെ NCA വിളിച്ചിട്ടുണ്ട്, LPയുടെതും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഈ ഇനി പറയുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ യാതൊരു റെലവൻസും ഇല്ല. ഒരു പത്ര കട്ടിങ്സിനും ഒരു കാര്യത്തിനും നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണ്. നിങ്ങൾ മണ്ടന്മാരായി പോവും. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ പഠനത്തിലേക്ക് മുന്നോട്ട് വരിക. ഓക്കെ. ഇപ്പോഴൊന്നും നടക്കാൻ പോകുന്നില്ല, ഒരു കാരണവശാലും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ. അപ്പൊ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച് മുന്നേറുക, അല്ലെങ്കിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. രണ്ടാമതായിട്ട് പറയാനുള്ള ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ടീച്ചേഴ്സ് ക്ലബിന്റെ HSA നാച്ചുറൽ സയൻസ്, അതുപോലെ തന്നെ HSA സോഷ്യൽ സയൻസിന്റെ ഒക്കെ ഓൺലൈൻ ബാച്ചിന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ ചെറിയ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നിലവിൽ ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഒക്കെ നിങ്ങളുടെ കമന്റിലൂടെയൊക്കെ ചോദിക്കുക. അതുപോലെ തന്നെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. താഴെ നമ്പർ കാണിക്കുന്നുണ്ട്, 77 36 75 0473 അല്ലെങ്കിൽ 984788 0473. ഈ 2 നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിച്ചിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ. അല്ലെങ്കിൽ ഈ നമ്പറിൽ, ഈ 77 36 75 0473 എന്ന് പറയുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഓക്കെ. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓൺലൈൻ സിലബസ് അതായത് ജനറലും സബ്ജക്ട് ബേസും ആയിട്ടുള്ള കാര്യങ്ങൾ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡ്, അതായത് ഫുള്ളിന്റെ ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡ് ഉണ്ടായിരിക്കും. ഓക്കെ. റെക്കോർഡ് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്ലസ് ഇതിന്റെ PDF നോട്ട്സും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. കാരണം മലയാളത്തിലാണ് എക്സാംസ്, മലയാള ടൈംസ് ഒക്കെ പഠിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ LP UPക്ക് കൊടുത്തതുപോലെ, LP UP ബാച്ചിന് കൊടുത്തതുപോലെ പ്രിന്റഡ് നോട്ട്സ്, അതായത് ഇതിന്റെ ഹാൻഡ് റിട്ടൺ പ്രിന്റഡ് നോട്ട്സ് നിങ്ങൾക്ക് കൊറിയർ വഴി അയച്ചു തരികയും ചെയ്യും. ചെറിയ തുക ഈടാക്കിക്കൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് അയച്ചു തരാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഓക്കെ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് SCRT, നമ്മുടെ SCRT ഓക്കെ, SCRT 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ മലയാളം ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിരിക്കണം. നന്നായിട്ട് വായിച്ചത് അതിന്റെ ടേംസുകളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കണം. അതിൽ നിന്ന് ഇഷ്ടംപോലെ ചോദിക്കും. അതുകൂടാതെ ഡിഗ്രി ലെവലായിട്ടുള്ള നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഓരോന്നും ഇഴകീറി പഠിച്ചു തുടങ്ങുകയും വേണം. ഓക്കെ. ഇനി നമ്മുടെ ഫീസ് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഫീസ്, അതായത് എക്സാം വരെയുള്ള മാക്സിമം 1 ഇയർ ആയിരിക്കും നമ്മുടെ എക്സാമിന്റെ ഒരു ഡ്യൂറേഷൻ. ഇപ്പം ഡിസംബറിലെ നോട്ടിഫിക്കേഷൻ വന്നാലോ, അല്ലെങ്കിൽ മാർച്ചിന് അല്ലെങ്കിൽ ഏപ്രിൽ മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നാലോ അതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വന്നൊരു 6 മന്തിലുള്ള എക്സാം കാണാം. അപ്പൊ ടോട്ടൽ 12 മന്ത് 12 മാസമായിരിക്കും ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് 2999 രൂപയാണ് ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് 600 രൂപ
600 രൂപ അടച്ച് ആദ്യം അഡ്മിഷൻ എടുക്കുക. 600 രൂപ അടച്ച് ആദ്യം അഡ്മിഷൻ എടുക്കുകയും ബാക്കി 150 വെച്ച് പെർ മന്ത് 180 വെച്ചിട്ട് മന്ത്ലി പേയ്മെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മന്ത്ലി പേയ്മെന്റ് 150 ആണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ചെറിയ തുക കാണുമ്പോഴത്തേക്ക്, ചെറിയൊരു ഫീസ് കാണുമ്പോഴത്തേക്ക് അയ്യോ അവിടെ ഒന്നും പഠിപ്പിക്കത്തില്ലേ, ക്ലാസ്സില്ലേ എന്ന് ഫീസ് ഒന്നിനൊരു മാനദണ്ഡമല്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ. ഫീസ് ഒന്നിനൊരു മാനദണ്ഡമല്ല. ഓക്കെ. പഠനമാണ് മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്തായിരിക്കും, നല്ലൊരു ക്ലാസ് തന്നെയായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വർത്തായിരിക്കും. ഫുള്ള് ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡഡ് നോട്ട്സ്, PDF നോട്ട്സ്, പിന്നെ പ്രിന്റഡ് നോട്ട് പോസ്റ്റൽ വഴി ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എക്സാമുകൾ, മോഡൽ എക്സാമുകൾ, ഡെയിലി എക്സാംസുകൾ, അങ്ങനെയുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയായിരിക്കും HSA ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ചേരാവുന്നതാണ്. ഓക്കെ. പിന്നെ പഠിക്കുമ്പോഴത്തേക്ക് എപ്പോഴും നിങ്ങൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക. എല്ലാവരും ആദ്യം പഠിക്കുന്നത്, നമ്മൾ സാധാരണ PSC പഠിക്കുമ്പോൾ മാത്സ് ഇംഗ്ലീഷ് ഒഴിവാക്കിയിട്ട് പഠിക്കുന്നത് പോലെ പഠിക്കരുത് അല്ലേ. പാടുള്ള വിഷയങ്ങൾ ഒഴിവാക്കിയിട്ട് പാടില്ലാത്തത് പഠിച്ചുകൊണ്ടിരിക്കും. അവസാനം 1-2 ദിവസം മാത്സിനും ഇംഗ്ലീഷിനും കൊടുക്കും, പൊട്ടിപ്പോവുകയും. അങ്ങനെ ചെയ്യരുത്. നമുക്ക് അറിഞ്ഞൂടാത്ത ടോപ്പിക് ഏതാണോ അതിൽ നിന്ന് തുടങ്ങുക നമ്മൾ. ഓക്കെ. വളരെ നീറ്റായിട്ട് നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് പഠനം ആരംഭിക്കുക. ഷോർട്ട് നോട്ട്സുകൾ, ക്യാപ്സ്യൂൾ നോട്ടുകൾ തയ്യാറാക്കുക, പഠനം ആരംഭിക്കുക. നമ്മൾ ഈ ക്യാപ്സ്യൂൾ നോട്ട്സ് ആണ് പോസ്റ്റൽ വഴി അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സ് വളരെ കുറഞ്ഞ തുകയ്ക്ക് നിങ്ങൾക്ക് വർത്താവുന്ന രീതിയിൽ അത് ചെയ്തു തരും. LP UPക്ക് നമ്മൾ ചെയ്തു. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഒന്നും കൂടി പറയുന്നു, അന്ന് പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സിലബസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലോങ് ആയിപ്പോവും. അതുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ള. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, വെറുതെ സംശയങ്ങൾ ചോദിക്കുന്നവർക്ക് ഒരു മുതൽക്കൂട്ടാണ്, ഒരു സന്തോഷമുള്ള കാര്യമാണ്, ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. അപ്പൊ അതുകൊണ്ട് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തുടങ്ങുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ബൈ ട്രാൻസ്ഫർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇതിന്റെ കാര്യങ്ങളെല്ലാം മുറ പോലെ ഒരു 5-6 വർഷം കൂടി നടക്കും, ഇപ്പോൾ നടക്കുന്നത് പോലെ. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ റിപ്പോർട്ടായിട്ട് വന്നിട്ടേ ഉള്ളൂ. ഓക്കെ. അതിന്റെ കാര്യങ്ങൾ റിപ്പോർട്ടായിട്ട് വന്നിട്ടേ ഉള്ളൂ. അത് ഗവൺമെന്റ് തലത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി ഡിസ്കഷൻസ് നടക്കുന്നതേ ഉള്ളൂ. അല്ലാതെ അത് എന്താ ചെയ്യുക, നടപ്പിലാക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ആയിട്ടില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പഠനം ആരംഭിക്കുക. ഓക്കെ. നല്ല റാങ്കുകളിലേക്ക് എത്താനായിട്ട് എന്ത് ചെയ്യുക, ഉള്ള ഒരു പരിശ്രമം നിങ്ങൾ നടത്തുക. ഓക്കെ. അതിനു വേണ്ടിയിട്ട് ഞങ്ങളും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നതിനുള്ള നമ്പറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നേരത്തെ താഴെ പറഞ്ഞത്, അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം, വിളിക്കാം, മെസ്സേജ് അയക്കാം. ഓക്കെ. അതുപോലെ തന്നെ മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള. അത് കണ്ടിട്ടില്ലാത്തവർ ഇതിൽ കാർഡായിട്ട് ഇടാം, അല്ലെങ്കിൽ ചാനലിൽ കയറിയിട്ട് ആ വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. ഒരിക്കൽ കൂടി പറയുന്നു, ചാനൽ ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും കമന്റ് ഇടുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ. ഇനി ഇതിന്റെ എന്തെങ്കിലും സഡൻ ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളോ കാര്യങ്ങളോ വരുന്നെങ്കിൽ ഉടനെ തന്നെ നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അത് ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടല്ല, അങ്ങനെ ഒരു കാര്യം വരത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, വരത്തില്ല. ഓക്കെ. ഒരു അപ്ഡേഷൻസ് ഒന്നും ആയിട്ടില്ല. ഓക്കെ. ഡിസ്കഷൻ ആയിട്ടേ ഉള്ളൂ. ഡിസ്കഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പത്രങ്ങൾ ഊതിപ്പെരിപ്പിച്ചിട്ട് അത് അവർക്കൊരു വാർത്തയാകണമല്ലോ അല്ലേ, അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഓക്കെ. താങ്ക് യു ആൾ.